അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് മാത്രവാല ശബ്ദങ്ങളാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 4 ലെറ്റേഴ്സ് പഠിച്ചിട്ടുണ്ട്. ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ആ ഈ 4 ലെറ്റേഴ്സിൻ്റെ ചിഹ്നങ്ങളും ഓരോ വ്യഞ്ജന ലെറ്റേഴ്സിലേക്കും ഇടുമ്പോൾ എങ്ങനെയാണ് റീഡ് ചെയ്യുക എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അതൊരു വേർഡായിട്ട് നമ്മൾ റീഡ് ചെയ്യുന്നതാണ് പഠിച്ചിട്ടുള്ളത്. ദെൻ ഇന്ന് നമ്മൾ മുതൽ പഠിക്കാൻ പോവാണ് കേട്ടോ. അപ്പം നോക്കിയേ, ഊക്കി മാത്രവാല ശബ്ദമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് കൊടുത്തിട്ടുള്ള എന്താണ്? എന്ന ആ ഒരു ചിഹ്നം നമ്മൾ കായിലേക്ക് ഇടുമ്പോൾ എങ്ങനെയാണ് റീഡ് ചെയ്യുക? കു എന്നാണല്ലേ. ദെൻ ബാക്കിയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. മിസ് ഒന്ന് എഴുതി കാണിക്കാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. കുത്ത എന്നാണല്ലേ. കുത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോഗാണ്. അപ്പം മിസ് ഇവിടെ കു എന്ന് എഴുതി. ദെൻ ത എന്നതിൻ്റെ പകുതി ഇടണം, പിന്നെ ഫുൾ ത. ഇങ്ങനെയാണ് കുത്ത എന്ന് എഴുതുക. ഓക്കെ, ഇതാണ് കുത്ത. കുത്ത എന്ന് പറഞ്ഞാൽ ഡോഗ്, നായക്കുട്ടിയാണല്ലേ. ഇനി നെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട് താഴെ കുൽഫി. കുൽഫി എന്ന് എഴുതാൻ അറിയാലോ അല്ലേ. മിസ് എഴുതാം. ഓക്കെ, കു എന്നിങ്ങനെ എഴുതുന്നു. എന്നിട്ട് ല എന്ന് ഫുൾ എഴുതണ്ട, പകുതി എഴുതുക. ദെൻ ഫ ഇടുക, അത് ഈ എന്നതിൻ്റെ ചിഹ്നമിട്ട് കൊടുക്കുക. ഇങ്ങനെയാണ് കുൽഫി. അപ്പോൾ കുൽഫി എന്ന് പറഞ്ഞാലോ ഐസാണ് അല്ലേ. ഇനി നെക്സ്റ്റ് നോക്കിയേ, ഗുലാബ്. അറിയാലോ, ഗുലാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? റോസ് ആണ് അല്ലേ. റോസിനാണ് നമ്മൾ ഗുലാബ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്നതിൻ്റെ നോക്കാം. ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് എന്നതിൻ്റെ നോക്കാം. കി മാത്ര വാലേ ശബ്ദ്. ഫസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ദൂത്. ദായിലേക്ക് എന്നതിൻ്റെ ചിഹ്നിടുമ്പോൾ നമ്മൾ ദൂ എന്ന് പറയും. ദെൻ ദൂത്. ദൂത് എന്ന് പറഞ്ഞാൽ എന്താണ്? മിൽക്ക് അല്ലേ. മിൽക്കിനാണ് നമ്മൾ ദൂത് എന്ന് പറയുന്നത്. ദെൻ ഫൂൽ. ഫൂൽ എന്ന് പറഞ്ഞാൽ ഫ്ലവർ ആണ്. സൂര്യ സൺ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് വരുന്നത് കഴിഞ്ഞാൽ ഏത് ലെറ്ററാണ്? എന്ന് കഴിഞ്ഞാൽ റ് ആണ് അല്ലേ. അപ്പോൾ ഋക്ക് മാത്രവാലേ ശബ്ദം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ റ് എന്നതിൻ്റെ ചിഹ്നം നമുക്കറിയാം. നമ്മളൊരു ലെറ്റർ എഴുതുമ്പോൾ ഇപ്പോൾ ഇവിടെ വായാണ് അല്ലേ. ആ വാ എന്നതിൻ്റെ അടിയിൽ ചെറിയൊരു സീട്ട് കൊടുത്താൽ മതി അല്ലേ. ചെറിയൊരു സീട്ട് കൊടുത്താൽ അതെന്തായി? വൃ എന്നായി. ഓക്കെ, ഇങ്ങനെയാണ് റ് എന്നതിൻ്റെ ചിഹ്നം എഴുതുക. ഏത് ലെറ്റർ ആണെങ്കിലും താഴെ നമ്മൾ ആ ഒരു ചിഹ്നിട്ട് കൊടുത്താൽ മതി. അപ്പം നോക്കിയേ, വൃക്ഷ്. വൃക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? മരമാണ്, ട്രീ ആണ് അല്ലേ. ദെൻ ഗൃഹ്. ഗൃഹ് എന്ന് പറഞ്ഞാലോ ഹോം, വീടാണ്. ലാസ്റ്റ് മൃഗ് എന്ന് പറഞ്ഞാലോ മാനാണ് അല്ലേ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഋക്ക് മാത്രവാലേ ശബ്ദങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ ലാസ്റ്റ് ഭാഗത്തിലേക്ക് പോവാം. ലാസ്റ്റ് ഈ ഒരു ലെറ്ററോട് കൂടി നമ്മൾ ഇന്ന് സ്റ്റോപ്പ് ചെയ്യൂ കേട്ടോ. നോക്കിയേ, ഏക്ക് മാത്രവാലേ ശബ്ദങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏൻ്റെ ചിഹ്നം എല്ലാവർക്കും അറിയാലോ. നമ്മൾ ഏത് ലെറ്റർ എഴുതാണെങ്കിലും മുകളിൽ ചെരിച്ചിട്ട് ഒരു ചിഹ്നം ഇട്ട് കൊടുക്കുക. അതാണ് എന്നതിൻ്റെ ചിഹ്നം. അപ്പോൾ എന്നുള്ള വോയിസ് വരണമല്ലേ. അത് ഏത് ലെറ്ററിലേക്കാണോ നമ്മൾ ഇടുന്നത് അപ്പോൾ അവിടെ എന്നതിൻ്റെ ചിഹ്നം വരണം. നോക്കിയേ, സേബ്. സേബ് എന്ന് പറഞ്ഞാൽ ആപ്പിളാണ്. ദെൻ കേല ബനാന. ഷേർ എന്ന് പറഞ്ഞാലോ സിംഹമാണ്, ലയൺ. ഓക്കെ, അപ്പോൾ ഇത്രയും ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൻ്റെ എക്സസൈസ് ഒക്കെ ഒന്ന് നോക്കാം കേട്ടോ. നോക്കിയേ, ചിത്രോം സേ ശബ്ദോം കോ മിലാവോ. അപ്പോൾ 4 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഹിന്ദി നെയിംസ് ബ്രാക്കറ്റിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് തിരഞ്ഞെടുത്ത് എഴുതിയാൽ മാത്രം മതി. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഫോളോ ചെയ്ത് നോക്കാം. നോക്കിയേ, സേബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആപ്പിൾ ആണ് അല്ലേ. ദെൻ കുൽഫി നമുക്കറിയാം അല്ലേ. കുൽഫി എന്ന് പറഞ്ഞാൽ എന്താണ്? ഐസാണ്. ഫൂലോ ഫ്ലവർ ആണ്. മൃഗ് എന്ന് പറഞ്ഞാൽ മാൻ. ഓക്കെ, ഇതെല്ലാവർക്കും അറിയാലോ, നമ്മളിപ്പോൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇതറിയാം. ദെൻ നെക്സ്റ്റ് യൂണിറ്റ് ടാസ്കിലേക്ക് പോവുകയാണ്. അപ്പം മിസ് ഇതൊന്ന് ചെയ്ത് കാണിക്കാം കേട്ടോ. ബാക്കിയെല്ലാം നിങ്ങൾ സ്വയം ചെയ്യണം. ദെൻ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട് അക്ഷർ ചോടിക്കർ ശബ്ദ ബനാവോ. അതായത് നമ്മൾ പഠിച്ചു പോയിട്ടുള്ള വേർഡ്സ് ഇവിടെ സെപ്പറേറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്തത്, ഓരോ ലെറ്റേഴ്സ് ആക്കിയിട്ട് അല്ലേ. ഫസ്റ്റ് ഗു കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് നോക്കാം. ഗു കൊടുത്തിട്ടുണ്ട് ലാ ബ. അപ്പോൾ ഇവിടെ ഇടയിൽ കൂടെ പ്ലസ് ചിഹ്നം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്ലസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കുക. എന്നിട്ട് ഈ ചിഹ്നങ്ങൾ അതുപോലെ എടുത്ത് എഴുതുക. അപ്പം നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു വേർഡ് കിട്ടും. മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു വേർഡാണ്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം മിസ് ഇവിടെ ഗു എന്ന് എഴുതാൻ പോവാം കേട്ടോ. ഗു എന്ന് എഴുതി പ്ലസ് ചിഹ്നം ഒഴിവാക്കി. എന്നിട്ട് ല എന്ന് തൊട്ടടുത്ത് തന്നെ എഴുതി കൊടുത്തു. വീണ്ടും പ്ലസ് ഒഴിവാക്കി ഭ എന്ന് എഴുതി. ഇതാണ് കേട്ടോ മിസ് ഒഴിവാക്കി എന്ന് പറയുന്ന പ്ലസ്സുകൾ. ഓക്കെ, എന്നിട്ട് നേരെ വരച്ചു. നമ്മൾ പഠിച്ച വേർഡല്ലേ. ഏതാണിത്? ഗുലാബ്. ഗുലാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? റോസ് അല്ലേ. നമ്മൾ റോസിനാണ് ഗുലാബ് എന്ന് പറയുക. അതുപോലെ ബാക്കിയുള്ളത് 2, 3, 4 നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ.
അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. നമുക്ക് ബാക്കി ക്ലാസ്സിൽ ബാക്കി ചിഹ്നങ്ങളും അതിൻ്റെ വേർഡ്സും പഠിക്കാം. ഓക്കെ.